പ്രമുഖ ഇസ്രേലി പ്രതിരോധ നയവിദഗ്ധനായ സാക്കി ഷലോമിന്റെ അഭിപ്രായം ദേശീയ അഭിമാനം എന്ന വെറുമൊരു വൈകാരിക പ്രതികരണം മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ തന്ത്രപരമായ വിജയത്തിന്റെ അനിവാര്യതയുടെ ഒരു ഘടകമാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ സമീപകാല നയതന്ത്ര സമീപനങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ദി ജെറുസലേം പോസ്റ്റിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഉറച്ച നിലപാടുകളെ മാതൃകയാക്കി സ്വന്തം പ്രതിരോധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങൾ, ഇസ്രയേലിന്റെ നിലവിലെ വെല്ലുവിളികൾ, ഈ രണ്ട് രാജ്യങ്ങളുടെയും നയങ്ങൾ തമ്മിലുള്ള താരതമ്യം, കൂടാതെ ഇത് ആഗോള നയതന്ത്രത്തിൽ എന്ത് സ്വാധീനം ചെലുത്തും എന്നിവയെല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം തന്റെ വാദങ്ങൾക്ക് ശക്തി പകരാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇന്ത്യയുടെ വിദേശ നയങ്ങളാണ്. പ്രത്യേകിച്ച് രണ്ട് പ്രധാന സംഭവങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി വിഷയത്തിലുള്ള നിലപാട്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയെ ചൊടിപ്പിക്കുകയും ചെയ്തു. അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകി. ഈ നിലപാട് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര നയതന്ത്ര നിലപാടുണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിന് ഉദാഹരണമാണ്. മറ്റൊരു കാര്യം പാകിസ്ഥാൻ വിഷയത്തിലെ ട്രംപിന്റെ മധ്യസ്ഥത വാഗ്ദാനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടലായിട്ടാണ് ഇന്ത്യ കണ്ടത്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാഗ്ദാനം തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ട്രംപിന്റെ 4 ഫോൺ കോളുകൾ പോലും മോദി നിരസിച്ചത് സാമ്പത്തികമോ സൈനികമോ ആയ കാരണങ്ങളാലല്ല, മറിച്ച് വ്യക്തിപരവും ദേശീയമായ അഭിമാനം വ്രണപ്പെടുന്നുവെന്ന തോന്നലിൽ നിന്നാണ്. ഈ രണ്ട് സംഭവങ്ങളും അദ്ദേഹം കാണുന്നത് ഇന്ത്യയുടെ ശക്തമായ ദേശീയ ബഹുമതിയുടെ പ്രതിഫലനമായിട്ടാണ്. ഇന്ത്യ ലോകശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ലെന്നും തങ്ങളുടെ താല്പര്യങ്ങളും അഭിമാനം ഉയർത്തിപ്പിടിക്കുമെന്നും ഇത് വ്യക്തമാക്കുന്നു. ഈ സമീപനം കഠിനമായി തോന്നാമെങ്കിലും ഇന്ത്യ ഒരു കീഴാള രാഷ്ട്രമായി കണക്കാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിയെന്നും ഷാലോം വിലയിരുത്തുന്നു. ഇന്ത്യയുടെ നയതന്ത്രപരമായ ധൈര്യത്തെ ഇസ്രയേലിന്റെ നിലവിലെ സമീപനവുമായി ഷാലോം താരതമ്യം ചെയ്യുന്നുമുണ്ട്. ഗാസയിലെ ഖാൻ യൂനിസിൽ നടന്ന ബോംബാക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ സർക്കാർ കാണിച്ച പ്രതികരണത്തെ അദ്ദേഹം വിമർശിച്ചു. ഇസ്രയേൽ പ്രതിരോധ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അന്താരാഷ്ട്ര സമൂഹത്തെ ശക്തരാക്കാൻ നടത്തിയ പ്രതികരണങ്ങളാണ് അവരുടെ പരിഭ്രാന്തിയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടതിൽ ഭാഗികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിലൂടെ അന്താരാഷ്ട്ര നിയമത്തിൽ അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത്തരം സമീപനങ്ങൾ കുറച്ചു കാലത്തേക്കുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ദീർഘകാല തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് ദോഷകരമാണ്. ഒരു രാജ്യം അതിന്റെ നടപടികളിൽ അമിതമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുമ്പോൾ അത് ദുർബലമാണെന്ന് ലോകത്തിനൊരു സന്ദേശവും നൽകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ ഇന്ത്യയിൽ നിന്ന് പഠിക്കണമെന്ന് ഷാലോം ആഹ്വാനം ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഒരു രാജ്യം അതിന്റെ ദേശീയ അഭിമാനം സംരക്ഷിക്കണം. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ ലോകത്തിന് മുന്നിൽ ഉറച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കണം. സാക്കി ഷാലോമിന്റെ ലേഖനം ഒരു വലിയ ചോദ്യവും ഉയർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു രാജ്യത്തിന്റെ അഭിമാനം എത്രത്തോളം പ്രധാനമാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭാവി ലോകക്രമത്തെ നിർണ്ണയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യയുടെ സമീപനം ഒരു പുതിയ നയതന്ത്ര മാതൃകയാണ്. വലിയ ശക്തികൾക്ക് വാങ്ങിക്കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകും. ഭാവിയിൽ ലോകരാഷ്ട്രങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വഴിക്ക് സഞ്ചരിക്കാൻ ഇത് പ്രേരിപ്പിക്കും. ഇന്ത്യയുടെ നയം ഒരു ഏകധ്രുവ ലോകത്തിൽ നിന്ന് ഒരു ബഹുധ്രുവ ലോകത്തിലേക്കുള്ള മാറ്റത്തെ ശക്തിപ്പെടുത്തുന്നു. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ലോകക്രമത്തിന് ഇത് വഴിയൊരുക്കും. ഒരു രാജ്യം തങ്ങളുടെ ദേശീയാഭിമാനം സംരക്ഷിക്കുമ്പോൾ അത് ആത്മവിശ്വാസമുള്ളതും ശക്തവുമായ ഒരു രാജ്യമാണെന്ന സന്ദേശം നൽകുന്നു. ഇത് ആഗോളതലത്തിൽ ആ രാജ്യത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഒരു രാജ്യത്തിന്റെ അഭിമാനം കേവലം ഒരു ആഡംബരമല്ല, മറിച്ച് ദൂരവ്യാപകമായ ഒരു തന്ത്രപരമായ ആസ്തിയാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉദാഹരണം കാണിക്കുന്നത് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഒരു രാജ്യത്തിന് അതിന്റെ പരമാധികാരം, സുരക്ഷയും ബഹുമതിയും സംരക്ഷിക്കാൻ കഴിയൂ എന്നാണ്. ഈ കാഴ്ചപ്പാടുകൾ ഇസ്രയേലിന്റെയും ഇന്ത്യയുടെയും നയങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്കും വഴി തുറക്കും. ഇത് ആഗോള നയതന്ത്രത്തിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിടാനുള്ള സാധ്യതയുണ്ടോ? ഈ മാറ്റം ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ സമീപനങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യങ്ങളും ഇനി അവശേഷിക്കുകയാണ്. അതേസമയം ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇസ്രയേലി സൈനിക നടപടി ആരംഭിച്ചത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഭാവിയിൽ ഇസ്രയേലിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള സൈനിക ശക്തികളെ നിർവീര്യമാക്കുക എന്നിവയാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ എന്നത്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് വലിയ ആൾനാശം സംഭവിക്കുന്നുണ്ടെന്നാണ് UN-ഉം വിവിധ മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ആക്രമിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായി.
പലസ്തീൻ ജനതയ്ക്ക് മാനുഷിക സഹായം ലഭ്യമാകുന്നത് തടസ്സപ്പെടുത്തുന്നതായും ആരോപണങ്ങളുണ്ട്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം രണ്ട് തട്ടിലാണ് നിലനിൽക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലരും ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നു. അതേസമയം പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ അറബ് രാജ്യങ്ങളും മറ്റ് പല രാജ്യങ്ങളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുമുണ്ട്. സമാധാന ചർച്ചകൾക്കും വെടിനിർത്തലിനും വേണ്ടിയുള്ള ആവശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ഗാസയിലെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ്. ഈ പ്രശ്നം കൂടുതൽ മാനുഷിക ദുരന്തങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമവായം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്.